യൂറി ടിലെമൻസ്, ആസ്റ്റൺ വില്ല 35 മില്യൺ പൗണ്ട്സ്, നമ്പർ 8 പ്രൊഫൈല്, 29 വയസ്സ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട്. എൻ്റെ ഫോൺ കിടന്ന് അടിക്കുകയാണ്. റൈവൽ ഫാൻസ് കളിയാക്കുന്നുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി പല ആൾക്കാരും എക്സിലൊക്കെ ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. കിടലൻ സൈനിങ് ആണ്, വൺ ഓഫ് ദ മാർക്കി സൈനിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഉടനടി ബാൻ ചെയ്യുക. കാരണം അവരൊക്കെ നമ്മുടെ ക്ലബിനെ വെറുക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലബിന് ഒരിക്കലും നല്ലത് വരരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. ബ്രോ, സീരിയസ്ലി നമുക്ക് എന്താണ് പ്രശ്നം? ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുകയാണ്, ഇനിയോസ് മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായി അഭിനയിക്കുകയാണോ? 29 വയസ്സാണ് പ്രായം ഇവൻ്റെ. യൂറി ടിലെമൻസ് ബെൽജിയംകാരനാണ്, നമ്മൾ കണ്ടതാണ് വേൾഡ് കപ്പിൽ. ശരിയാണ്, നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു വേൾഡ് കപ്പിൽ. പക്ഷേ ഇത് പ്രീമിയർ ലീഗാണ്. ആസ്റ്റൺ വില്ലയിൽ കഴിഞ്ഞ സീസണിൽ മാത്രം 23 മാച്ചസാണ് അവൻ മിസ്സായത് ഇഞ്ചുറി കാരണം. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം, ഇവൻ്റെ ഇഞ്ചുറി റെക്കോർഡ് കാണിക്കാം. നമ്മൾ എഡേഴ്സിനെ സൈൻ ചെയ്യാഞ്ഞത് എന്തോ ഇഞ്ചുറി കൺസേൺസ് ഉണ്ട് എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ പോയി സൈൻ ചെയ്തത് ഇതിനെക്കാട്ടും വലിയ ഇഞ്ചുറി ഉള്ള യൂറി ടിലെമൻസിന്, അത് 35 മില്യൺ പൗണ്ട്സ് റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട്. 2028 കോൺട്രാക്ട് കഴിയുന്ന മനുഷ്യനാണ്. ഇത് സംഭവം ഒന്നുമില്ല ഗൈസ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇനിയോസ് ആദ്യം പ്രവർത്തിച്ചിരുന്ന ക്ലബ്ബ് ഉണ്ടല്ലോ, നീസ്, അവിടെ എങ്ങനെയാണ് ഇവർ ചെയ്തത് അതേ സംഭവമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. നമ്മൾ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സൈനിങ്സ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ പല ആൾക്കാരും വരും ഇവൻ എഡേഴ്സിന് പകരമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആന്ത്രേ സാന്റോസ് പിന്നെ എന്ത് സന്തോഷത്തിന് കൊടുന്ന് വെച്ചു ഇവിടെ? ആന്ത്രേ സാന്റോസ് ആരാ, മാർക്കി സൈനിങ് ആണോ? ഓക്കെ, എൻ്റെ ഫോൺ കിടന്ന് പിടയ്ക്കാണ്. കാരണം ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ, ഇതെന്താണ് സംഭവിക്കണത്? നമ്മളൊരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലുള്ള ടീമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സൈനിങ്സ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ, ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷനും സ്റ്റാൻഡേർഡ്സും വളരെ വലുതാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പലതും പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ഗ്ലിനിയോസിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അത് കുപ്പത്തൊട്ടിയിൽക്കാട്ടും മോശമാണ്. യൂറി ടിലെമൻസ് 35 മില്യൺ പൗണ്ട്സ് ആസ്റ്റൺ വില്ലയ്ക്ക്. എന്നിട്ട് ആസ്റ്റൺ വില്ല സൈൻ ചെയ്ത് ആരെന്നറിയോ? മൻസാംബി പറഞ്ഞ കിഡിലൻ ഒരു സ്വിറ്റ്സർലാൻഡ് ഇന്റർനാഷണൽ പ്ലെയറിനെ, യങ്സ്റ്ററാണ് ശരിയാണ്, പക്ഷെ ഒരു കിഡിലൻ പ്ലെയറിനെ. ലൂക്ക് ഷോ, മേസൺ മൗണ്ട് വളരെ ഹാപ്പി ആയിരിക്കും. കാരണം മെഡിക്കൽ റൂമിൽ ഒരു കമ്പനി ഉണ്ട് അവർക്ക്, അവരൊറ്റയ്ക്കായിരിക്കില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ബെൽജിയം ചോക്ലേറ്റ്സും ബെൽജിയം ഐസ്ക്രീമും ഒക്കെ യൂറി ടിലെമൻസ് കൊടുക്കും മെഡിക്കൽ റൂമിലോട്ട്. അത് നുണഞ്ഞുകൊണ്ടിരിക്കാം ലൂക്ക് ഷോയ്ക്കും മേസൺ മൗണ്ടിനൊക്കെ. കാരണം ഇത്രയും ഇഞ്ചുറി പ്രോണുള്ള പ്ലെയർ ഈ പ്രീമിയർ ലീഗിനെ വേറെ ഉണ്ടാവില്ല. നമ്മുടെ തലയ്ക്ക് ശരിക്കും പറഞ്ഞ പ്രാന്താണ് നമ്മുടെ ഓണേഴ്സിന്. ഉള്ള കാര്യം പറയട്ടെ, എനിക്കറിയാം ഇതിൽ പല ആൾക്കാരും ഇപ്പോൾ പറയാൻ പോണത് ഇതൊരു ബാക്കപ്പ് സൈനിങ് ആണ്, എഡേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവനെ സൈൻ ചെയ്തതാണ്. എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ, ഇത്രയും ഇഞ്ചുറി പ്രോണുള്ള പ്ലെയറിനെയാണ് സൈൻ ചെയ്യുന്നത്. നമ്മൾ 60ഓളം കളികൾ കളിക്കണം, കളിച്ചു 60ഓളം കളികൾ കളിക്കണം അടുത്ത സീസണിൽ. അങ്ങോട്ടൊരു റിലയബിൾ ആയിട്ടുള്ള മിഡ്ഫീൽഡറാണ് നമുക്ക് വേണ്ടത്. ശരിയായിരിക്കാം, സ്റ്റാറ്റ്സ് വൈസും അതേപോലെ തന്നെ ഡേറ്റ വൈസും ഒക്കെ അടിപൊളിയായിരിക്കും. ഈ ഡേറ്റ വെച്ച് പോയിട്ട് ഹെൽത്തും കൂടി നോക്കണമല്ലോ. ഇവന്മാരെന്താ, എനിക്ക് സത്യം പറഞ്ഞ തലയ്ക്ക് പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയുക, ഒരു ബോംബിട്ട അവസ്ഥയായിരുന്നു. ഇതൊരു നെഗറ്റീവ് ബോംബാണ് സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. കാരണം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചത് മാനു കോനെ എന്നുള്ള പ്ലേയേഴ്സൊക്കെയാണ്. ശരിയാണ്, ചൗമീനി കയ്യിൽ നിന്ന് പോയി, ആൻഡേഴ്സൺ വരുന്നില്ല, മത്യാസ് ഫെർണാണ്ടസ് ശരിയാണ്, ഭയങ്കര വലിയൊരു മെഗാ പ്രൈസ് കൊടുക്കണമായിരുന്നു, നമുക്കതിന് പറ്റുന്നില്ല. പക്ഷേ യൂറി ടിലെമൻസ് ഇത്രയധികം മിഡ്ഫീൽഡേഴ്സ് വേൾഡിൽ നിൽക്കുകയാണ്. ഞാനിന്നലെ ഇംഗ്ലണ്ട് വേഴ്സസ് നമ്മുടെ നോർവേ കളിയിൽ ജൂഡ് ബെല്ലിംഗമിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടത് ജൂഡ് ബെല്ലിംഗം പോലത്തെ ഒരു പ്ലെയറിനൊക്കെയാണ്. നമ്മൾ കൊണ്ടുവരുന്നത് യൂറി ടിലെമൻസിനാണ്. ഫോം കിടന്ന് അടിക്കണം, നിന്നിട്ടില്ല. കാരണം അല്ലെങ്കിൽ പ്രാന്തായിക്കണം, എല്ലാ ഫാൻസിനും പ്രാന്തായിക്കണം യുണൈറ്റഡിൻ്റെ. എനിക്ക് തോന്നുന്നില്ല 1% പോലും യുണൈറ്റഡ് ഫാൻസ് ഇതിൽ ഹാപ്പി ആണെന്നുള്ളത്. ഒരു യുണൈറ്റഡ് ഫാനും ഹാപ്പി ആവില്ല ഈ ഒരു ഡീലിൽ. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഓണേഴ്സ് ഇവനെ കൊടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. ഒമാർ ബറാഡ, ജേസൺ വിൽകോക്സ് എന്നീ മാരണങ്ങൾ നമ്മുടെ എന്താ പറയുക ഒരു സ്പൈ ആണെന്നുള്ളത്.
നമ്മുടെ ക്ലബിനെ തകർക്കാൻ വേണ്ടി വന്ന 2 സ്പൈ ആണെന്നുള്ള എനിക്ക് സംശയം. പിന്നെ അതേപോലെ തന്നെ അണ്ണൻ, മറ്റേ റാഡ്ക്ലിഫ് അണ്ണൻ, പിച്ചച്ചട്ടിയിലും കൈയിട്ട് വരുന്ന റാഡ്ക്ലിഫ് അണ്ണൻ്റെ ഡീലായിരിക്കും ഇത്. കാരണം പെട്ടെന്നൊരു പ്ലെയറിനെ കൊണ്ടുപോവാ, ഫാൻസ് ഹാപ്പി ആവട്ടെ എന്നുള്ളതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇയാൾ വിചാരിക്കണം എന്താ അറിയോ, ഇയാൾ ഇപ്പോഴും ഡീൽ ചെയ്യുന്നത് മറ്റേ നീസാണെന്നാണ്. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇയാളൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പെട്ടക്കും കവളൊക്കെ കിട്ടും മറ്റേ ഫാൻസ് ഇമാര് ഡീൽ നടത്തിയതിന്. സത്യം പറഞ്ഞാൽ നല്ല ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു വിൻഡോ ഉണ്ടായിരുന്നു. ശരി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശരി ചൗമിനി കൊണ്ടുവരാൻ പറ്റുന്നില്ല, മാനുക്കോനെ അവിടെ ഉണ്ട്, ശരി ചെറിയ ഇഞ്ചുറി പ്രോൺ ഇല്ല എന്ന് പറഞ്ഞില്ല, പക്ഷേ നമ്പർ 6 അവിടെ ഉണ്ട്. ശരി, നിങ്ങൾക്ക് ആൻഡേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, മാത്യു ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന ആൻഡ്രേ സാന്റോസിനാണ്, അതും നമ്മൾ സഹിച്ചു. നിങ്ങൾ എഡേഴ്സിനെ സൈൻ ചെയ്യാൻ പോയി 1 മാസത്തോളം സമയം എടുത്ത് മെഡിക്കൽ നടത്താനായിട്ട്. മെഡിക്കൽ നടത്തിയപ്പോൾ എന്താ പ്രശ്നം കണ്ടുപിടിച്ച് എന്നിട്ട് പകരം കൊണ്ടുവരുന്ന യൂറി ടിലെമൻസിനെ. ഇവിടെ സ്റ്റില്ലർ നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കണം. സ്റ്റില്ലർ ഉണ്ട്, മാനുക്കോനുണ്ട്, ബുവാദി ഉണ്ട്, കമാറയുണ്ട്, സങ്കാരയുണ്ട്. ഇവർ ഈ പ്രീമിയർ ലീഗ് പ്ലെയറിനെ മാത്രം നോക്കി ഇപ്പോഴാണ് ഈ യൂറി ടിലെമൻസിന് മേടിച്ചിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ. ആൻഡ് ആസ്റ്റമിനെ നമുക്കിട്ട് നല്ല ചാമ്പിയുള്ളൂ, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ മുമ്പത്തെ വർഷം മേസൺ മൗണ്ട് നമുക്ക് ചെൽസി ചാമ്പ്യ പോലെയാണ് ഇപ്രാവശ്യം യൂറി ടിലെമൻസ് നമുക്ക് ആസ്റ്റമിൽ ചാമ്പിയിട്ടുള്ളൂ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അവർ ബെറ്റർ പ്ലെയറിനെ വാങ്ങാൻ പോവാണ്. നമ്മളപ്പോഴും ആർക്കും വേണ്ടത് പ്ലേയേഴ്സിന് മേടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും, അത് എക്സ്പെക്റ്റഡ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും വരും, യൂറി ടിലെമൻസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രം മതി, അതുകൊണ്ടാണ് ഡീൽ സൈൻ ചെയ്യുന്നുള്ളത്. ഇതാണ് കാരിക്കിൻ്റെ പുള്ള്. കുറേ പേര് ചോദിച്ചിരുന്നില്ല എന്താണ് കാരിക്കിന്, എന്താ പുള്ളില്ലേ എന്നുള്ളത്. ഇതാണ് പുള്ള്, ഈ പുള്ളിക്കുള്ള പുള്ളാണിത്. സീരിയസ്ലി അടുത്ത സീസണിലോട്ട് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. മാനു കോനെ വെറും കൊണ മാത്രമുള്ള ഇവന്മാർ സൈൻ ചെയ്ത് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെയാണ്. ഇനി മാർക്കി സൈനിങ്ങായിട്ട് ബലേബ് കൂടി വന്നു കഴിഞ്ഞാൽ സബാഷ്. താങ്ക് യു.